കേരളത്തിൽ മുല്ലപ്പൂവിന് തീവില. മുല്ലപ്പൂവിന്റെ വില കിലോയ്ക്ക് 4000 രൂപയായി ഉയർന്നു. കടുത്ത മഞ്ഞുവീഴ്ച മൂലം പൂക്കളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതാണ് ഈ വില വർധനയ്ക്ക് കാരണമായത്. തെക്കൻ ജില്ലകളിലാണ് മുല്ലപ്പൂ കൃഷി കൂടുതലായി നടക്കുന്നത്. നവവധുവിന്റെ കാർക്കൂന്തൽ അലങ്കരിക്കാൻ ഇന്നും മുല്ലപ്പൂവിനെ പകരം വെക്കാൻ മറ്റു പൂക്കളില്ല. വിവാഹ സീസണും ആഘോഷകാലവുമായതിനാൽ ഡിമാൻഡും കൂടി. വരും ദിവസങ്ങളിൽ ഇനിയും മുല്ലപ്പൂവിന് വില വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം കാരണം ഉൽപാദനം കുറഞ്ഞതോടെ മുല്ലപ്പൂവിന്റെ വില കുതിക്കുകയാണെന്നും ഇത് കച്ചവടത്തെ വളരെയധികം ബാധിച്ചെന്നും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഫ്ലവേഴ്സ് ആൻഡ് ഇവന്റ്സ് ഉടമ അജിത് ഗുരുവായൂർ പറഞ്ഞു. മഞ്ഞിന്റെ കാരണം മുല്ലപ്പൂവിന്റെ ക്ഷാമവും കാരണവും ഇന്നിപ്പോൾ ഈ മഴയുടെ കാരണം മുല്ലപ്പൂവിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഡിസംബർ ജനുവരി ഫസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ 5000 രൂപ വരെ വില എത്തുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. എല്ലാ വർഷവും ഈ സീസണിലാണ് മുല്ലപ്പൂവിന് വില കൂടുന്നത്. കാരണം ഒന്ന് പൂവ് കിട്ടുന്നതിൻ്റെ ഷോർട്ടേജാണ് ഏറ്റവും കൂടുതൽ വില. കാരണം ഈ മഞ്ഞുകാലത്ത് മുല്ലപ്പൂവ് കരിമുട്ട് മാതിരി വരും, വിരിയില്ല, പൂവ് ഷോർട്ടുമായിട്ട് വരും. അതുകൊണ്ടാണ് വില മുല്ലപ്പൂവിന് ഈ കാലങ്ങളിൽ വില കൂടാനുള്ള കാരണം. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ 70 മുതൽ 80 രൂപ വരെ നൽകിയാണ് 1/2 മീറ്റർ പൂ വാങ്ങിക്കുന്നത്. തമിഴകത്ത് മല്ലിപ്പൂ എന്നറിയപ്പെടുന്ന മുല്ലപ്പൂവ് ഡിണ്ടിഗൽ, മധുര, മൈസൂർ, നിലക്കോട്ട, ശങ്കരൻകോവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഡിസംബർ മാസം തുടക്കം തന്നെ തമിഴ്നാട്ടിൽ തുടർച്ചയായി പെയ്ത മഴയിലും ചുഴലിക്കാറ്റിലും മുല്ലപ്പൂ കൃഷി നശിച്ചു. ഇതും മുല്ലപ്പൂവിന്റെ വില കൂടാൻ കാരണമായി. ധനു മകരമാസങ്ങളിൽ മഞ്ഞിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതിനാൽ മുല്ലപ്പൂവിന് ഇനിയും വില കൂടാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.